മ്യൂസിയത്തിലേക്കാണ് പോകുന്നത്. പുറകെ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല്. ഈ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബസ്സിന് 2 മിനിറ്റും കൂടെ ഉണ്ട്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ കുറേ മാർക്കറ്റും ബഹളവും ആളുകളെയും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ആംസ്റ്റർഡാമിൽ എത്തി എന്നുള്ളൊരു ഫീലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മുന്നോട്ട് പോകും തോറും എൻ്റെ ആ ചിന്തപ്പാടെ ആംസ്റ്റർഡാം മാറ്റിക്കുറിച്ചു. ഗൈസ്, നമ്മളിപ്പോൾ ഒരു ബസ് കയറി ഇറങ്ങി ഇനി അടുത്ത ട്രാം കയറാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ട്രാമിനും 2 മിനിറ്റാണ് ഉള്ളത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റേക്കണം. കാരണം ഇവിടെ വന്നാൽ എനിക്ക് കാർ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. സൈക്കിൾ പാർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നതാണ് നമ്മുടെ ട്രാം. ഈ ട്രാമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ ഈ പർച്ചേസ് ചെയ്തേക്കണം ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അതിൽ എല്ലാ എൻട്രൻസിൻ്റെ അവിടെ ആ ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടാകും. ആംസ്റ്റർഡാം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഇവരുടെ സൈക്കിൾ കൾച്ചറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മുന്നോട്ട് കാണുന്നതോറും നിങ്ങൾക്ക് മനസ്സിലാകും. സോ എൻ്റെ ബർത്ത്ഡേ വീക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ആംസ്റ്റർഡാം ചൂസ് ചെയ്തത്. അത് 3 days 2 nights ആണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഐറ്റിനറി ഒക്കെ പറയുമോ എന്ന്. അതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും ഈ ഒറ്റ വീഡിയോയിൽ ഒതുക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര ലോങ് ആയി പോകും. ഇപ്പം തന്നെ ഈ വീഡിയോ പ്രിറ്റി ലോങ് ആണ്. അത് വാക്സ് മ്യൂസിയത്തിലൊക്കെ പോയിട്ടുള്ള കണ്ടൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയത്. അതുകൊണ്ട് നമ്മൾ 3 ദിവസത്തെ 3 വീഡിയോ 3 പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. സോ ഡേ 1 നമ്മൾ മാഡം ടുസോട്സ് വാക്സ് മ്യൂസിയത്തിൽ പോയതും മെയിനായിട്ടുള്ള ഫുഡ് ഹൈപ്പ് റെക്കമെൻഡേഷൻസുമാണ് നമ്മൾ ചെയ്തത്. എങ്ങനെ ആംസ്റ്റർഡാം വരെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ നമ്മൾ ഫ്ലിക്സ് ബസ്സിനാണ് വന്നത്. മോർണിംഗ് ഒരു 8 AM ബസ് കയറിയിട്ട് ഒരു 2:30 ആയപ്പോഴേക്കും നമ്മൾ ആംസ്റ്റർഡാം എത്തി. 3 ആയപ്പോഴേക്കും ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് നമ്മൾ റെഡിയായി മാഡം ടുസോട്സിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. തിങ്സ് ടു ഡു ഇൻ ആംസ്റ്റർഡാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ മ്യൂസിയമാണ് വരുന്നത്. ആൻ ഫ്രാങ്ക്, വാങ്കോക്ക് മ്യൂസിയം ഒക്കെ. പക്ഷേ എൻ്റെ ഈ ട്രിപ്പിൽ ഞാൻ അധികം മ്യൂസിയം വിസിറ്റ് ചെയ്തിട്ടില്ല. സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം ആംസ്റ്റർഡാം മാത്രമല്ല നെതർലാൻഡ്സ് ഫുൾ എൻജോയ് ചെയ്തൊരു ഫീൽ കിട്ടേണ്ടത് കൊണ്ട് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസസ് മാത്രമാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ട് പോലും ഫുഡിനേലും കൂടുതൽ ട്രാവലിങ്ങിനാണ് ക്യാഷ് പൊട്ടിയത്. ബാക്കി കഥ നമുക്ക് വഴിയേ പറയാം. ഇപ്പോൾ എന്തായാലും മ്യൂസിയത്തിൽ നമ്മൾ എത്തി. മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് ആദ്യം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടാണ് അവിടെ ചെന്നത്. നമുക്കൊരു ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാകും. ടിക്കറ്റ്സിൻ്റെ റേറ്റ് നിങ്ങളിപ്പോൾ കണ്ടു. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ലിഫ്റ്റിൽ കയറും. ലിഫ്റ്റിൽ കയറുന്നതിന് മുന്നേ അവർ നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്ത് തരും. ആ സംഭവം എന്തിനാണെന്ന് എനിക്കപ്പോൾ അറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകും തോറും അതിൻ്റെ യൂസ് നമുക്ക് മനസ്സിലായി. ഇതിപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി നിൽക്കുവാണ്. ഇതിൻ്റെ ഫ്ലോറ് ഏറ്റവും മേളിലത്തെ ഫ്ലോറിൽ എത്തിയിട്ടാണെന്ന് തോന്നുന്നു ഇത് തുറക്കുന്നത്. എന്നിട്ട് നമ്മളൊരു റെഡ് കാർപ്പറ്റിൻ്റെ ഒരു ഏരിയയിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലും. ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. Here to present our first award, it's Angelina Jolie. And the winner is Your moment has come. Step into the spotlight. ഈ മ്യൂസിയം ചൂസ് ചെയ്തത് എനിക്കൊരു നല്ല റൈറ്റ് ഡിസിഷൻ ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ഇതിൽ കയറിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഫാൻറ്റസി വേൾഡിലെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന QR കോഡ് ഇതിൽ കാണുന്ന ആ ഫോട്ടോ മെഷീനിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മെമ്മറീസും അതിൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുമാത്രമല്ല ഓരോ സ്റ്റാച്യൂടെ അടുത്ത് എത്തുമ്പോഴും നമുക്ക് ഓരോ ടാസ്കോ അല്ലെങ്കിൽ ഗെയിംസോ ഒക്കെ ഉണ്ടാകും. നമ്മളത് ആ QR കോഡ് കളയാണ്ട് സൂക്ഷിച്ച് പിടിച്ച് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ നമുക്കറിയാൻ പാടാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ട് ആവണത് കൊണ്ട് തന്നെ അവിടെ കിടന്ന് കുറേ പട്ടി ഷോ കാണിച്ചു. പക്ഷേ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് അവിടെ ഉള്ളവർ അതൊക്കെ മേലെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ബിനാലെ കാണുന്ന പോലെ കയറി ഇറങ്ങി പോകുന്ന ഒരു സെറ്റപ്പ് അല്ല. നമ്മൾ ഗ്രോണപ്പ് ആയിട്ടുള്ള അഡൽസിനെയും അതുപോലെ കുട്ടികളെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മ്യൂസിയമാണിത്. സോ ഈ മ്യൂസിയം വോത്താണോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു എന്ന് തോന്നും. തിമോത്തീനെ എനിക്കറിയായിരുന്നു. പക്ഷേ ബാക്കി ഇവിടെ നിൽക്കുന്ന കുറേ പേരുടെ പേരറിയില്ലെങ്കിലും ഇതിലെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോഴേക്കും ഇതിൽ ഓരോ സ്റ്റാച്യൂവും ഓൾമോസ്റ്റ് 6 months എടുത്താണ് ഇവർ ഉണ്ടാക്കുന്നത്. അതിലും ഈ ഹെയർസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് റിയൽ ഹ്യൂമൻ ഹെയർസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലവരുടെ സ്റ്റാച്യു ആണെന്നല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. ശരിക്കും അവരുടെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണ പോലത്തെ ഒരു ഫീലായിരുന്നു ചില സ്റ്റാച്യൂസിന് എനിക്ക് കിട്ടിയിരുന്നത്. പിന്നെ ആ വ്രിങ്കിൾസും അവരുടെ ആ ഒരു ഫൈൻ ലൈൻസൊക്കെ കറക്റ്റായിട്ട് എല്ലാത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിജി ഹദീദിൻ്റെയും കെൻഡൽ ജെന്നറിൻ്റെയൊക്കെയും ഏതോ ഒരു ഇവൻറ്റിനിട്ട ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വന്ന് ഈ സ്പോട്ടാണ് എനിക്ക് ഏറ്റവും ഫേവററ്റ് വ്യൂ ആയിട്ട് തോന്നിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാം സ്ക്വയറിൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഓരോ ഫ്ലോറും പല കാറ്റഗറി ഓഫ് ആളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമ്മുടെ ടോപ്പ് ഫ്ലോർ റോയൽസ് ആൻഡ് വേൾഡ് ലീഡേഴ്സാണ്. മിഡ് ലെവൽ എന്ന് പറയുമ്പോൾ ഫിലിം, മ്യൂസിക്കിലും സ്പോർട്സിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളുകൾ, മ്യൂസിക് ഐക്കൺസ്, സ്പോർട്ട് ലെജൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ഫാൻസി സോണാണ്. അതിൽ മാർവൽ സൂപ്പർ ഹീറോസ് ഉണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ബേസ്മെൻറ്റ് ഫ്ലോറിൽ ഡച്ച് ഹിസ്റ്ററി സെക്ഷൻ, കൊമേഡിയൻസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ്, ഫാഷൻ, ക്യാറ്റ് വാക്ക് സോൺ, അതൊക്കെയാണ് ഉള്ളത്. ഇനി സ്വല്പം മ്യൂസിക്കാല്ലേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടാസ്ക് നമുക്ക് ചെയ്യാനുണ്ട് എന്ന്. അപ്പോൾ ഈ മ്യൂസീഷ്യൻസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെ ഉണ്ടായി. അവിടെ ഞാൻ ലേഡി ഗാഗയുടെ ഒരു സോങ്ങാണ് സെലക്ട് ചെയ്തത്. പിന്നെ ആൻ ഫ്രാങ്ക് മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് നമുക്ക് ഈ മ്യൂസിയത്തിലും കിട്ടും.
അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ കയറണതിന് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ 3 days 2 nights സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന്. ഇപ്പോൾ ഒരു 150 യൂറോസിന് ആംസ്റ്റർഡാമിൽ ലാവിഷായി വന്ന് കണ്ട് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഫ്രണ്ട്സായി അടിച്ചു പൊളിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ ട്രിപ്പ് പോവുകയാണെങ്കിൽ അതിൻ്റെ നെയ്ബറിങ് സിറ്റീസിലും ആ കൺട്രി ഫുള്ളും മെയിനായിട്ടുള്ള സ്പോട്ട്സൊക്കെ കണ്ടു പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അല്ലെങ്കിൽ പിന്നീട് ഓർക്കുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസിലോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഒരു റിഗ്രറ്റ് അടിക്കും, അയ്യോ അത്രയും ദൂരം പോയിട്ടും ആ ഒരു സ്പോട്ടിൽ കൂടെ പോകാൻ പറ്റിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴും നല്ലപോലെ റിസർച്ച് ചെയ്ത് ഓരോ ദിവസം ഈച്ച് ആൻഡ് എവറി ഡേ കറക്റ്റായിട്ട് ഓരോ ടൈമിങ് വരെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്തും കറക്റ്റായി എത്താനും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും എൻജോയ് ചെയ്യാനും അധികം ഹറിബറി ഒന്നും ഇല്ലാതെ തന്നെ ഈ ട്രിപ്പ് മുന്നോട്ട് പോകാൻ പറ്റി. എന്നിട്ട് പോലും 3 days ഉണ്ടായിട്ട് പോലും നമുക്ക് കുറേ സ്പോട്ടൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു, പ്രത്യേകിച്ച് മ്യൂസിയംസ്. അത് പിന്നെ നമുക്കൊരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ടും നമ്മൾ ഈ മ്യൂസിയം ഇൻക്ലൂഡ് ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു വർത്തായിട്ട് തോന്നി. ഇതെന്നെ ഭയങ്കര ഒരു അമേസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ഇങ്ങനെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ആ ഒരു സ്പ്രേ പെയിൻറ്റ് പോലത്തെ തന്നെ ഒരു സാധനം കൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. എല്ലാവരും അതിൽ കലാവിരുത് കാണിച്ചു വെച്ചുകൊണ്ട് എനിക്കധികം സ്പേസ് ഇല്ലാത്ത കാരണം എൻ്റെ കലാവിരുത് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ പറ്റിയില്ല. Okay, get ready in 5, 4, 3, 2, 1. Beautiful. ഇത്
ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിലുള്ള QR കോഡിൻ്റെ ആ സ്റ്റിക്കർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ആക്ടിവിറ്റീസാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി മെയിനായിട്ടുള്ള ഹൈപ്ഡ് ഫുഡ്സ് കഴിക്കാൻ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. നല്ല ടൂറിസ്റ്റി ആയിട്ട് സൊവേനിയർ ഷോപ്പും അല്ലാതെ കോഫി ഷോപ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മളിവിടെ ഇപ്പോൾ ആംസ്റ്റർഡാം സ്പെഷ്യൽ വേഫേഴ്സ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ കയറുമ്പോൾ തന്നെ നല്ല കോക്കനട്ടിൻ്റെ സ്മെല്ലുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. ഇത് ഈ ഉണ്ട പോലത്തെ സാധനം വെച്ചിട്ട് ഈ അച്ചിൽ വെച്ച് അമർത്തുമ്പോഴാണ് ഇവർ ഈ റൗണ്ടിലെ വേഫിൽ ഉണ്ടാകുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ പ്രോസസ്സ് എന്തായാലും നേരിട്ട് കാണാമല്ലോ. Because my son understood waffles and then one bread and then okay, 750. ഇവിടെ ഇവർ മെയിനായിട്ട് ട്രഡീഷണൽ സ്ട്രൂപ്പ് വാഫിൾസിൻ്റെ ഒരു വാഫിൾ മാത്രമേ വിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ ടോപ്പിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് മെനു കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഗൈസ്, നമ്മളപ്പോൾ ഇത് ട്രഡീഷണൽ സ്ട്രൂപ്പ് വേഫിൾസ് വാങ്ങി. നമ്മൾ ഉദ്ദേശിച്ച കട വേറെ ആണെങ്കിലും നമ്മൾ എത്തിപ്പെട്ട കട ഇതായതുകൊണ്ട് ട്രഡീഷണൽ വാങ്ങാമെന്ന് വെച്ചു. അതിൽ 7.50 ആണ് എമൗണ്ട് വരുന്നത്. നമുക്ക് എന്തായാലും ഇത് ഞാൻ കൊതികാരണം ഒന്ന് ട്രൈ ചെയ്തു. നല്ല മെൽറ്റായി പോകുന്ന ഒരു കൈൻഡ് ഓഫ് പീസൊക്കെ പോലെ നല്ല കടിക്കുമ്പോൾ തന്നെ മെൽറ്റായി പോകുന്നുണ്ട്. സോ നല്ലതാണ്. അങ്ങനെ നമ്മൾ സ്ട്രൂപ്പ് വാഫിൾസ് ട്രൈ ചെയ്ത് അടുത്ത ഷോപ്പിലോട്ട് പോണതിന് മുന്നേ ഇവിടെ ഒരു നല്ല സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു ഫോണിൽ. അങ്ങനെ ഈ ലൂക്ക എന്ന് പറഞ്ഞ ഒരു ചങ്ങായി വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഫോട്ടോ എടുക്കാൻ കിട്ടണ ഒരു അവസരം നമ്മൾ വിടുമോ? പുള്ളിക്കാരൻ ഒരു പാഷൻ്റെ പുറത്താണ് ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അവിടെ വന്ന് ടൂറിസ്റ്റിൻ്റെയും അല്ലാത്ത ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് കാണിച്ചു തന്നത്. ഫോട്ടോസൊക്കെ നല്ല സൂപ്പറായിരുന്നു. പുള്ളിക്കാരന് കുറേ പോസസൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാണ്, ഫോട്ടോ എടുത്തിട്ടെന്നൊക്കെ ചോദിക്കണം. പക്ഷേ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിരുന്നു. സോ ബർത്ത്ഡേ നൈറ്റ് ആഘോഷിക്കാൻ ആംസ്റ്റർഡാം തിരഞ്ഞെടുത്ത ഓപ്ഷനിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് ജർമ്മനിയിൽ കുറച്ചും കൂടി ഇഷ്ടമായി ആംസ്റ്റർഡാം. എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ്. കുറേ യൂത്ത് ഉണ്ട്, അവരൊക്കെ നമ്മളോട് ഭയങ്കര കമ്പനി ആയിട്ടാണ് സംസാരിക്കണത്. ഈവൻ നമ്മൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ജോലിയുടെ ഔട്ട് ഗുഡ് ക്യൂട്ടാണ്. പിന്നെ സ്കേറി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫണ്ണായിട്ട് തോന്നിയത് ഇവിടുത്തെ ബൈസൈക്കിൾസിൻ്റെ ആളുകളെ കൊണ്ടാണ്. നിറഞ്ചം പുറഞ്ചം. ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഇത് കണ്ടോ, ട്രാമും വരും, ബസ്സും വരും, കാറും വരും, സൈക്കിളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്ട്രീറ്റ്സിൽ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നടന്ന് എക്സ്പ്ലോർ ചെയ്യണതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം നടന്ന് നമ്മൾ ഓരോ കടകളൊക്കെ നോക്കി മാപ്പൊക്കെ ഇട്ട് മെയിൻ ഫുഡ് സ്പോട്ട്സൊക്കെ നോക്കി നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പരിസരത്ത് അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ സൈക്കിളൊന്നും ഇടിക്കും. ഇപ്പോൾ ജസ്റ്റ് മിസ്സായിട്ടാണ് ഞാനൊരു പെങ്കൊച്ചിൻ്റെ മുമ്പിൽ കയറിയിരുന്ന് പോവാത്തത്. നമ്മൾ ആംസ്റ്റർഡാമിലെ ഫേമസ് ഫ്രൈസ് ട്രൈ ചെയ്യാൻ വന്നേക്കാണ്. ഇതിൻ്റെ ക്യൂ ആണ്. ഇവിടെ ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:30 ആയി. എന്നിട്ട് ഇതിലെ ക്യൂന്ന് തിരക്ക് നോക്കിയേ. ഇത് ഡാം സ്ക്വയറിൻ്റെ ഒരു ചുറ്റുവട്ടമാണ്. ഇപ്പോഴും ഇത് ഭയങ്കര ലൈവായിട്ടുള്ളൊരു സിറ്റിയാണ്. എല്ലാവരും ഭയങ്കര ടൂറിസ്റ്റി ആയിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാൻ, ഫ്രൈസൊക്കെ ട്രൈ ചെയ്യാൻ നല്ല തിരക്കുള്ള ഈ ഷോപ്പ് ഏകദേശം ഒരു 12 വരെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു കടയിൽ പോയി ഈ ഫേമസ് ഫ്രൈസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ കണ്ട് റെഫറൻസിൽ ട്രൈ ചെയ്യാനായിട്ട്. പക്ഷേ അത് 9 വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഒരു നാളെ വരാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. എന്നാലും നമുക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വരുമല്ലോ. സോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. നമ്മൾ ഒരു നേരത്തെ സ്ട്രൂപ്പ് വാഫിൾ കഴിക്കാൻ പോയി എന്ന് പറഞ്ഞ് വന്നില്ലായിരുന്നു. അതിൻ്റെ ഒറിജിനൽ കട നമ്മൾ ഉദ്ദേശിച്ചത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ കടയാണ്. എനിക്ക് ആ സ്ട്രൂപ്പ് വാഫിൾസിൻ്റെ ഇൻറ്റീരിയേഴ്സ് വന്നിട്ട് അവിടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. മേ ബി ഇന്ന് ടൈം കിട്ടിയ ഇന്ന് അല്ലെങ്കിൽ നാളെ സ്ട്രൂപ്പ് വാഫിൾസിൽ പോയി അതും കൂടെ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ച് പേരും കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും.
ഇവിടുത്തെ ആളുകളൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കുഴിമന്തി പോലെ ഇവിടുത്തെ ആളുകൾ പ്രൈസിനെ കാണുന്നത്. ജർമ്മനിയിൽ പ്രൈസിനെ ഫേമസ് എന്ന് പറയുമെങ്കിലും നെതർലാൻഡ്സിൽ പ്രൈസ് തന്നെയാണ്. ഇവരെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടോ, ഒരു വെറൈറ്റി അല്ലേ, വെറൈറ്റി അല്ലേ. എന്തൊക്കെയാണ് മെനു? നമ്മള് ഈ ഭയങ്കര ഹോട്ടായിട്ടുള്ള സോസില്ലേ, താങ്ക് യു. സോ നമ്മൾ സ്മോൾ സൈസാണ് വാങ്ങിയത്. ഈവൻ ദോ 750 ആയി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്പൈസി സോസാണ് പറഞ്ഞേക്കണേ. ഒരെണ്ണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ സാധനം. സ്പൈസിനെസ്സിന് സ്പൈസി, ഓവർ സ്പൈസി അല്ല. ഈവൻ ദോസ് ഞാൻ സ്പൈസി ഇവിടെ ഒരാളാണെങ്കിലും ഭയങ്കര സ്പൈസി എന്ന് പറയാൻ പറ്റില്ല. നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് സാധനം. അവരിവിടെ നിന്നും ഇരുന്നൊക്കെ കഴിക്കുവാണ്. സോ ഇതും വോത്ത് ദ ഹൈപ്പാ. ഞാൻ നേരത്തെ കഴിച്ച വാഫിളും വോത്ത് ദ ഹൈപ്പാണ്. പക്ഷേ ഈ പുറകെ കാണുന്ന ഇവിടെ നിന്നും എനിക്ക് വാഫിൾ ട്രൈ ചെയ്യണം എന്നുണ്ട്, ടോപ്പിങ്സ് ഒക്കെ ഉള്ള. മറ്റേ നമ്മൾ ട്രഡീഷണൽ ആയിരുന്നല്ലോ ട്രൈ ചെയ്തത്, ഇതെനിക്ക് ഇഷ്ടമായി. നമ്മുടെ ജർമ്മനിയിലെ തോമസിനേലും കുറേ കൂടെ ഫ്രഷുമാണ്, പല പല വെറൈറ്റി, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു കോഫി കുടിക്കാൻ തോന്നിയിട്ട് കോഫി ഷോപ്സ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കുന്ന ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ കഞ്ചാവും ഇല്ലീഗൽ സബ്സ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ വെതർ രാവിലെ നല്ല വെയിലാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴേക്കും ജർമ്മനിയിലെ പോലത്തെ തന്നെ വെതറായി. സോ കാരണം നമ്മൾ ജാക്കറ്റ് ഒക്കെ ഇട്ടു. ഇപ്പൊ നമ്മള് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഇതാണ്. ഈവൻ ടുഡേ തേഴ്സ്ഡേ ആയിരുന്നാലും നൈറ്റ് ലൈഫ് ഭയങ്കര ലൈവാണ്. നൈറ്റ് ലൈഫ് ഭയങ്കര ലൈവായിട്ടുള്ള ഒരു ജർമ്മനിയിൽ ഫ്രൈഡേസും സാറ്റർഡേസും ആവണം ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 10% ആളുകളുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ കണ്ടോ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ പോയി, ലോക്കൽസ് ആയാലും ട്രാവലേഴ്സ് ആയാലും ടൂറിസ്റ്റ് ആയാലും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആംസ്റ്റർഡാം സെൻറ്ററിൽ പോലും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അവിടെ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആംസ്റ്റർഡാമിൻ്റെ നൈറ്റ് വ്യൂ ആസ്വദിക്കാൻ പിന്നെയും ആംസ്റ്റർഡാം സെൻറ്ററിൽ വന്നു. അവിടെ ഈ ഗോൾഡൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് എനിക്ക് പ്രാഗ് ബുഡാപെസ്റ്റിലെ ഒരു നൈറ്റ് വ്യൂ പോലെയൊക്കെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ലേക്കിലെ റിഫ്ലക്ഷൻസും ബോട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കണേ. ഈ വീഡിയോ കുറച്ചധികം ലോങ് ആയിപ്പോയി. അത് നമ്മൾ മ്യൂസിയത്തിൻ്റെ ക്ലിപ്സൊക്കെ ആഡ് ചെയ്തത് കൊണ്ടാണ്. ആൻഡ് സോ മ്യൂസിയം പ്ലാൻ ചെയ്യണവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, മ്യൂസിയം വോത്താണോ അല്ലയോ, അത് ടിക്കറ്റ് എടുക്കണോ എന്നൊക്കെ. ആൻഡ് ഓൾസോ മ്യൂസിയം നേരിട്ട് കാണാൻ പറ്റാത്തവർക്ക് ഡിജിറ്റലി കാണാനുള്ള ഒരു അവസരം കൂടെ ആയിരുന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ അത് വേറൊരു കൺട്രിയിൽ സേഫ് ആൻഡ് സൗണ്ടായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. സോ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓൾസോ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ആം താങ്കിങ് ഈച്ച് വൺ ഓഫ് യു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ ഈ വീഡിയോസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഡേ 2 ഡേ 3 ആംസ്റ്റർഡാം നെതർലാൻഡ്സ് വ്ളോഗുമായി അടുത്ത വീഡിയോസിൽ കാണുന്നത് വരെ ബൈ.